പാലക്കാട് നാരികുത്തി RLY ഫ്ലൈ ഓവറിന് സമീപം തീപിടുത്തം. നരികുത്തി മേഖലയിലെ ഫ്രൂട്ട്സ് ട്രേ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. 2 യൂണിറ്റ് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എന്താണ് തീപിടുത്തത്തെ കാരണമെന്ന് അന്വേഷിക്കുമെന്നും അഗ്നിശമന സേന പറഞ്ഞു. നമുക്കൊരു 11:30 അനുബന്ധിച്ചിട്ടാണ് ഒരു കോൾ ലഭിച്ചത്. അപ്പോൾ 2 ട്രേകൾ കത്തുന്നുള്ളൊരു കോളാണ് വന്നത്. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ടയർ എല്ലാം കൂടെ കൂട്ടിയിട്ടതിന് തീ പിടിച്ചതായിരുന്നു. വളരെ വലിയ ഫയറായിരുന്നു. നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഫസ്റ്റ് വണ്ടി അപ്രോച്ച് ചെയ്തത്. അതിനുശേഷം നമ്മൾ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് തന്നെ 2 യൂണിറ്റ് കൂടി, അങ്ങനെ ടോട്ടൽ 3 യൂണിറ്റ് എത്തിച്ചു. ഫയർ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് അതുപോലെ തന്നെ കാണാവുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അവിടേക്കൊന്നും തീ പടരാതെ സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു പ്രദേശത്ത് മാത്രം തീ ഒതുക്കി നിന്നിട്ടുണ്ട്. ഇത് അനധികൃതമല്ല. ഇത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർക്കിനും മറ്റുള്ള ഏരിയ ആയിരുന്നു ഞാൻ കൗൺസിലായിരുന്ന സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അറിഞ്ഞത് ഇതൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ്റെ സ്ഥലമായി മാറി എന്നാണ് പിന്നെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കണം, കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഞാൻ അറിഞ്ഞിടത്തോളം ഉദ്യോഗസ്ഥന്മാർ ഇതിനു മുമ്പും ഈ ഉടമയോട് പറഞ്ഞിട്ടുണ്ട്, ഈ വേസ്റ്റുകൾ മുഴുവൻ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു തീപിടുത്തം? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായ മറ്റു വിവരങ്ങൾ പങ്കുവയ്ക്കും. പാലക്കാട് താരേക്കാട് ഫ്ലൈ ഓവറിന് താഴെയായിട്ടുള്ള ഫ്രൂട്ട്സ് ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഫ്രൂട്ട്സ് ഗോഡൌണിൽ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വൈക്കോലും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ തീ പിടിച്ച് പടരുകയായിരുന്നു എന്നുള്ളതാണ്. ഫ്രൂട്ട്സിൻ്റെ പ്ലാസ്റ്റിക് ട്രേകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെ തീ ആളിപ്പടരുകയായിരുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയാണ്. തൊട്ടടുത്ത് തന്നെ ധാരാളം വീടുകൾ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ഫ്ലാറ്റ് കൂടെ ഉണ്ട്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് ഇവിടെ ഉള്ളത്. ആ ഫ്ലാറ്റിൽ നമുക്ക് തീ ആളിപ്പടർന്ന് ഫ്ലാറ്റിലേക്ക് പോലും കരിപിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഫ്ലാറ്റിൻ്റെ പുറത്ത് AC-യുടെയൊക്കെ ആ ഒരു ഔട്ട്ഡോർ യൂണിറ്റിനും മറ്റുമൊക്കെ കരിപിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിൽ തീ മുകളിലേക്ക് ഉൾപ്പെടെ ആളിപ്പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പാലക്കാട് നല്ല പൊള്ളുന്ന വെയിലാണ്. 40 ഡിഗ്രിയോളം ചൂടാണ്. 40 ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂടാണ് പാലക്കാട് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വെയിലിൻ്റെ കാഠിന്യത്തിലാണോ തീ പിടിച്ചതെന്ന് ഉൾപ്പെടെ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഗുഡോണാണ്, അവരുടെ ഇത് സ്റ്റോറേജാണ്. ഇപ്പോൾ ഷീറ്റുകളൊക്കെ ഉണ്ട്, അതിൽ പേപ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ജനങ്ങളുള്ളത് കൊണ്ടാണ് ഇത്രയും അപകടങ്ങൾ കുറവായത്. ഫയർഫോഴ്സിൻ്റെ വളരെ സ്പീഡിലുള്ള എല്ലാ നടപടി ആയതുകൊണ്ടാണ് ഒരു അപകടമില്ലാണ്ട് ഇത്രയും വീടുകൾക്ക് പറ്റാണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഫയർഫോഴ്സ് അതെ അത് ടൗണിൽ 2 ഭാഗത്തായതുകൊണ്ട് പെട്ടെന്ന് വണ്ടികൾ എത്താൻ പറ്റിയതും ഒരു അപകടമില്ലാണ്ട് ഇത്രയും ക്ലിയർ ചെയ്ത ഫയർഫോഴ്സിനാണ് നന്ദി പറയേണ്ടത്. പൊള്ളുന്ന വെയിലാണ് ഈ ഭാഗത്ത്. വെയിലാണ്, അതെ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ട്രെയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ അതുകൊണ്ട് കത്താനും ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും പാലത്തിൻ്റെ അടിയിൽ ആൾക്കാരുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ പരിസരവാസികളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പതുക്കെ കത്തിയതാണ്. അവർ വരുമ്പോഴേക്കും തന്നെ സ്പീഡായി അങ്ങനെ ഉണ്ടായത്. അത് തന്നെയാണ്. ഏതായാലും കുട്ടികളാണ് ഇത് ആദ്യം കണ്ടത് എന്നാണ് പറയുന്നത്. ആ കുട്ടികൾ കണ്ടിട്ട് പിന്നീട് മറ്റു മുതിർന്നവരെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ആദ്യം വന്ന് വെള്ളമൊഴിച്ചൊക്കെ കെടുത്താനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ് ഇവിടേക്ക് എത്തി. നഗരത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെ ഓഫീസ്, അഗ്നിശമന സേന ഓഫീസ് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ വേഗം 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു അഗ്നിബാധയാണ് പാലക്കാട് നഗര മധ്യത്തിൽ ഉണ്ടായത്. അത് ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയൊക്കെ കൃത്യമായ ഇടപെടൽ മൂലം വലിയ ആപത്തില്ലാതെ ആ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ആ ഒരു തൊട്ടടുത്ത് തന്നെ ഒരുപാട് വീടുകൾ, ചെറിയ വീടുകൾ അടുത്തടുത്ത് തന്നെ ആയിട്ടുണ്ട്. നഗരത്തിൻ്റെ മധ്യമാണ്. കറക്റ്റായിട്ട് ഒരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിനകത്ത് ഒരു ഫ്രൂട്ട്സിൻ്റെ ഗോഡൗണ്, ധാരാളം ട്രേകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, അതുപോലെ വൈക്കോല്, പേപ്പർ ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിലെങ്ങനെയാണ് തീ പിടിച്ചത് എന്നുള്ളത് ഇനി അഗ്നിശമന സേനയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്ന വലിയൊരു ഫ്ലാറ്റ് സമുച്ചയവും നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ഉൾപ്പെടെ, അതായത് വലിയ അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. ആ അപകടമാണ് ഏതായാലും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയൊക്കെ കൃത്യമായ ഇടപെടൽ മൂലം ഒഴിവായിരിക്കുന്നത് എന്നുള്ളതാണ്.